നടൻ സലീം കുമാറിന്റെ ഭൗതികദേഹം ഇപ്പോൾ കൊച്ചി അമൃത ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്നും ആംബുലൻസിലേക്ക് കയറ്റാൻ പോവുകയാണ്. 9 മണിക്കാണ് കൃത്യമായി പറഞ്ഞാൽ പൊതുദർശനം തുടങ്ങുക. അപ്പോൾ അതിന് മുൻപായി പറവൂരിലേക്ക് മൃതദേഹം എത്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ വൻ ജനാവലിയാണ് ആശുപത്രിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ആ തിരക്കിനിടയിൽ കൂടി പ്രിയപ്പെട്ട നടനെ ഒന്ന് കാണാൻ, അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് അവിടെ എല്ലാവരും എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഒരിക്കലും സലീം കുമാറിനെ മലയാളികൾ ഇങ്ങനെ കണ്ടിട്ടില്ല. ചിരിച്ചല്ലാതെ സലീം കുമാറിനെ നമ്മൾ കണ്ടിട്ടില്ല. തീർച്ചയായും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നെഞ്ചിൽ വല്ലാത്തൊരു വിങ്ങലാണ്. അല്പസമയത്തിനകം തന്നെ പ്രിയപ്പെട്ട സലീമേട്ടനെ ഇപ്പോൾ പൊതുദർശനത്തിനായി കൊണ്ടുപോകും. 2 മക്കളും ഭാര്യമാരുമൊക്കെ വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പം സിനിമാ ലോകം ഒന്നടങ്കം വിതുമ്പുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് മലയാളികൾക്ക് വിട ചൊല്ലാൻ കഴിയുക? ഞാൻ ആവർത്തിച്ച് ചോദിക്കുകയാണ്. നമ്മെ ഇത്രയേറെ ചിരിപ്പിച്ച, നമ്മെ ഇത്രയേറെ ചിന്തിപ്പിച്ച, ഓരോ വരികളിലും ഒരു കടലാഴം അർത്ഥമൊളിപ്പിച്ച ഒരു അസാധ്യ എഴുത്തുകാരൻ കൂടിയാണ് ഈ സലീം കുമാർ എന്ന് പറയുന്നത്. 2000 അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ അഭിനയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു വസന്തകാലമായിരുന്നു. നമുക്കറിയാം, ഒരു മഹാനടന് വേണ്ട എല്ലാ ഗുണഗണങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആദ്യമൊക്കെ മലയാളികൾ വിചാരിച്ചത് സലീം കുമാർ എന്നാൽ അതൊരു ചിരിക്കാലമാണെന്നാണ്. പക്ഷേ ആദാമിൻ്റെ മകൻ അബു ആയിക്കോട്ടെ, അതിലെ അത്തർ വിൽപ്പനക്കാരനായ അബു ഏത് മലയാളികളെയാണ് കരയിപ്പിക്കാതിരുന്നത്? ഒപ്പം നമുക്കറിയാം, അച്ഛനുറങ്ങാത്ത വീട്ടിലെ ആ അച്ഛൻ, പെൺമക്കളുടെ അച്ഛൻ, നമുക്കെല്ലാം ഒരു വിങ്ങലായി തന്നെ തുടരുകയാണ്. ആ സിനിമയിലെ ഗാനം പറയുകയാണെങ്കിൽ, ഒഴുകുകയായ ഒരു പുഴ പോലെ. അതുപോലെ സലീം കുമാർ മലയാളികളുടെ മനസ്സിൽ എന്നും ഒരു പുഴ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും വളരെ വേദനാനിർഭരമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സിനിമ, സാംസ്കാരിക രംഗത്തെ രാഷ്ട്രീയ പ്രമുഖരെല്ലാം തന്നെ അദ്ദേഹത്തിനെ ഒരു നോക്ക് കാണാൻ, അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം പൊതുദർശനത്തിനായി എത്തിക്കാനുള്ള വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയാണ്. കല്യാണരാമനിലെ നമ്മുടെ പ്രിയപ്പെട്ട പ്യാരി, പുലിവാൽ കല്യാണത്തിലെ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച മണവാളൻ, ഒപ്പം നമുക്കറിയാം ഈശമാധവനിലെ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി എന്ന മാസ് പെർഫോമൻസ് നമ്മൾ ഒരിക്കലും മലയാളികൾ ഉള്ളിടത്തോളം കാലം മറക്കില്ല. അതുപോലെ എത്ര കഥാപാത്രങ്ങളാണ് അനശ്വരമാക്കി തീർത്തത്. ഒപ്പം എത്ര സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തു. സ്വഭാവ നടനായി നമുക്കറിയാം, ഒരു മിമിക്രിയിൽ നിന്നും, ഒരു സാധാരണ മിമിക്രിക്കാരിൽ നിന്നും കോളേജ് കാലഘട്ടത്തിൽ മിമിക്രി അവതരിപ്പിക്കുന്നു, യൂണിവേഴ്സിറ്റി ചാമ്പ്യൻ ആകുന്നു, പിന്നീട് ഈ റിയാലിറ്റി ഷോകളിലെത്തുന്നു. അപ്പോൾ തന്നെ മലയാളികളുടെ സ്വീകരണ മുറികളിൽ സലീം കുമാറിന് പ്രത്യേക ഒരു ഇരിപ്പിടമുണ്ടായിരുന്നു. അതിൽ നിന്നും വളരെ പെട്ടെന്ന് സിനിമയിലേക്ക് പോകുന്നു. ആദ്യമൊക്കെ ഒരുപാട് അവഗണനകൾ നേരിട്ടു. പിന്നീട് പക്ഷേ ഹാസ്യ സാമ്രാട്ടായി അടയാളപ്പെടുത്താൻ, ഒരു ഹാസ്യ സാമ്രാജ്യം സലീം കുമാറിൻ്റെ പേരിൽ വെട്ടിപ്പടുത്തുയർത്താൻ അധികകാലം വന്നില്ല. പിന്നെ മലയാളികൾ മനസ്സിലാക്കി, ചിരിക്ക് മറ്റൊരു മാനമുണ്ട്, സലീം കുമാർ എന്നാൽ ചിരിയായിരുന്നുവെന്ന്. പക്ഷേ സ്വഭാവ നടനിലൂടെയും അദ്ദേഹം തിളങ്ങി. ദേശീയ പുരസ്കാരങ്ങൾ സ്വന്തമാക്കി, അന്തർദേശീയ പുരസ്കാരങ്ങളൊക്കെ സ്വന്തമാക്കിയ ഒരു നടനാണ്. അതുതന്നെയാണ് അശ്വതി. മാത്രമല്ല, സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ചുറ്റുപാടുകളൊക്കെ നോക്കുമ്പോൾ തന്നെ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നും അദ്ദേഹം കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന വ്യക്തിത്വം എന്ന നിലയിലേക്കുള്ള സലീം കുമാറിൻ്റെ ജീവിതയാത്ര, അത് സ്വാഭാവികമായും സിനിമാ രംഗം എന്നതിനപ്പുറത്തേക്ക് സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് തന്നെ വളരെയധികം പ്രചോദനം നൽകുന്നതാണെന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ മിമിക്രി വേദിയിൽ നിന്നാണ് അദ്ദേഹം സിനിമയുടെ ലോകത്തേക്ക്, കലാഭവൻ മണിയൊക്കെ എത്തിയതുപോലെ തന്നെ മിമിക്രി രംഗത്ത് നിന്നും അദ്ദേഹം സിനിമ എന്നൊരു വലിയ ലോകത്തേക്ക് എത്തുകയായിരുന്നു. 1997 ഇഷ്ടമാണ് 100 വട്ടം എന്ന ചിത്രത്തിലൂടെയാണ് സലീം കുമാറിനെ ആദ്യം മലയാളികൾ കണ്ടു തുടങ്ങുന്നത്. പിന്നീട് നമുക്കറിയാം, 2000 മുതൽ ഏതാണ്ടൊരു 2010 വരെയുള്ള ഒരു പതിറ്റാണ്ട് കാലഘട്ടത്തിൽ തെങ്കാശിപ്പട്ടണം, കല്യാണരാമൻ, പുലിവാൽ കല്യാണം, CID മൂസ, ഈ പറക്കും തളിക തുടങ്ങിയ നിരവധി സിനിമകൾ, അതിൽ ഹരിശ്രീ അശോകൻ, സലീം കുമാർ കൂട്ടുകെട്ട് മലയാളികളെ തിയേറ്ററുകളിലും അതോടൊപ്പം തന്നെ നമ്മുടെ സ്വീകരണ മുറികളിലുമൊക്കെ പൊട്ടി ചിരിപ്പിച്ച എത്രയോ സീനുകൾ നമുക്ക് മറക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ ഒരിക്കലും നമുക്കൊരു കാലഘട്ടങ്ങളിൽ മലയാളി ഉള്ളിടത്തോളം കാലം അതിൻ്റെ ഒരു എഫക്റ്റ് നിലനിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന ധാരാളം സിനിമകൾ, അത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ ട്രോളുകളുടെ കാലം ആകുമ്പോൾ, അതായത് ഇപ്പോൾ ആ സിനിമയിലെ ഡയലോഗുകളാണ് പലപ്പോഴും ട്രോളുകളായി മാറുന്നത് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് 2010 നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ ദേശീയ ചലച്ചിത്ര അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തി. ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിനായിരുന്നു മികച്ച പ്രകടനത്തിന് 2010 ദേശീയ ചലച്ചിത്ര അവാർഡ് കിട്ടുന്നത്. പിന്നീട് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ മികച്ച രണ്ടാമത്തെ നടൻ അച്ഛനുറങ്ങാത്ത വീട് 2005, മികച്ച ഹാസ്യ നടൻ അയാളും ഞാനും തമ്മിൽ 2013, ഒപ്പം
മികച്ച കഥ കറുത്ത ജൂതൻ, അത് വളരെ ശ്രദ്ധേയമാണ് അശ്വതി. അതായത് ജൂത സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കൊച്ചി, അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും ജൂതന്മാർ വലിയ തോതിൽ താമസിക്കുകയും പിന്നീട് അവർക്ക് ഇസ്രയേലിലേക്ക് പോകേണ്ടി വരുന്ന, ജന്മനാടായ ഇസ്രയേലിലേക്ക് പോകുമ്പോൾ ഇവിടെ ശേഷിച്ച ജൂതന്മാരുടെ സാഹചര്യം എന്താണ്, അവരുടെ ജീവിതം എന്താണ് എന്നതിനെപ്പറ്റി വരച്ചു കാണിക്കുന്ന ചിത്രമാണ് കറുത്ത ജൂതൻ. അപ്പോൾ ആ സിനിമയ്ക്കും പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വിവിധ ചിത്രങ്ങൾ, അദ്ദേഹം സംവിധായകനായിരുന്നു, ഹാസ്യ നടനായിരുന്നു, പിന്നീട് വളരെ ഗൗരവമുള്ള വിവിധ വേഷങ്ങൾ കൈകാര്യം ചെയ്തു. ജിജീഷ് കരുണാകരൻ ചേരുകയാണ് ആശുപത്രിയിൽ നിന്നും. ജിജീഷ്, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ആംബുലൻസിലേക്ക് കയറ്റുന്നതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. ഇപ്പോൾ വിലാപയാത്ര ആരംഭിച്ചു. മൃതദേഹം ഇവിടെ നിന്ന് പറവൂർ ടൗൺ ഹാളിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുകയാണ്. അദ്ദേഹത്തെ ആംബുലൻസിനെ അനുഗമിച്ചുകൊണ്ട് മന്ത്രി PC വിഷ്ണുനാഥ്, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ കൂടി ഉണ്ട്. അവരുടെ വാഹനങ്ങളാണ് അനുഗമിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ 9 മണിയോടുകൂടി പറവൂർ ടൗൺ ഹാളിലാണ് പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയത്. അരമണിക്കൂറിനകം അവിടെ പൊതുദർശനം ആരംഭിക്കും. അതിന് ശേഷം ഉച്ചയ്ക്ക് 1 മണി വരെയും പറവൂർ ടൗൺ ഹാളിലാണ് പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങളും സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്നത്. സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള ആളുകൾ, സിനിമാ മേഖലയിലുള്ള ആളുകളടക്കം അവിടെ എത്തിയാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നത്. ആ സമയത്ത് അത്രയും, അതായത് 9 മണി മുതൽ 3 മണിക്കൂറോളം നേരം അദ്ദേഹം ഏറ്റവും അധികം സജീവമായി ഇടപെട്ടിരുന്ന പറവൂരിന്റെ ഹൃദയഭാഗത്ത് തന്നെ അദ്ദേഹത്തെ അവസാനമായി ഒരു നാൾക്ക് കാണാൻ വേണ്ടി ഉള്ള ക്രമീകരണങ്ങളാണ്. അല്പം മുമ്പാണ് ഇവിടെ PC വിഷ്ണുനാഥും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും എല്ലാം അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് സംസാരിച്ചത് നമ്മൾ കേട്ടതാണ്. ആ ഒരു വേർപാട് കേരള സമൂഹത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത് എത്ര വലിയ ആഘാതമാണ് എന്നത് അവരുടെ എല്ലാം വാക്കുകളിൽ തന്നെ നമ്മൾ കാണുകയും കേൾക്കുകയും എല്ലാം തന്നെ ചെയ്തതാണ്. അങ്ങനെ ആ ഒരു വിടപറയൽ ഇവിടെ എത്തി തന്നെ ഈ അമൃത ആശുപത്രിയിൽ ഇന്നലെ 10:43 അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. അവിടെ എത്തി അടക്കം നിരവധി പേർ, പ്രത്യേകിച്ച് അമ്മയുടെ ഭാരവാഹികൾ അടക്കമുള്ള ആളുകൾ, ഒപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കൾ എല്ലാം തന്നെ ഇവിടെയും എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ മരണവിവരം അറിഞ്ഞ് ആശുപത്രിയിലേക്ക് എത്തി. രാത്രി തന്നെ അദ്ദേഹത്തെ കാണാൻ എത്തിയിരുന്നു. നടൻ ദിലീപ് അടക്കമുള്ളവർ ആശുപത്രിയിലേക്ക് ഇന്നലെ എത്തി. അവരെല്ലാം അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവച്ചായിരുന്നു മടങ്ങുകയും ചെയ്തത്. അതിനുശേഷം ഇന്ന് രാവിലെ 8 മണിക്ക് പുറത്തേക്ക് കൊണ്ടുവരുമെന്നായിരുന്നു അറിയിച്ചത്. ഇന്ന് 8:15 മൃതദേഹം ഇവിടെ നിന്ന് ഇപ്പോൾ പറവൂർ ടൗൺ ഹാളിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇനിയുള്ള പൊതുദർശനം ക്രമീകരണങ്ങൾ അവിടെയാണ് ഏർപ്പെടുത്തുക. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പറവൂരിലെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്യും.